أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأوحينا إلى موسى أن أسر بعبادي إنكم متبعون. فأرسل فرعون في المدائن حاشرين إن هؤلاء لشرذمة قليلون وإنهم لنا لغائظون وإنا لجميع حاذرون. صدق الله العظيم. സൂറത്തുൽ ശുറാ 52, 3, 4, 5, 6 ആയത്തുകൾ. വൗഹൈന, നാം വഹി നൽകുകയും ചെയ്തു, ഇലാ മൂസ അലൈഹി സ്വലാമിന്, അൻ അസ്രി, നീ പുറപ്പെടുക, നീ രാത്രി പുറപ്പെടുക എന്ന്, ബി ഇബാദി, എൻ്റെ അടിമകളെയും കൊണ്ട്, ഇന്നക്കും, നിശ്ചയം നിങ്ങൾ, മുത്തബഊൻ, പിന്തുടരപ്പെടുന്നവരാകുന്നു. ഫഅർസല ഫിർഔനു, അപ്പോൾ ഫിർഔൻ അയച്ചു, ഫിൽ മദായിനി, ആ നഗരങ്ങളിൽ, ഹാഷിരീൻ, ശേഖരിക്കുന്നവരെ, അഥവാ അല്ലെങ്കിൽ കിങ്കരന്മാരെ. ഇന്ന ഹഉലാഇ, തീർച്ചയായും ഇക്കൂട്ടർ, ലശിർദിമത്തുൻ ഖലീലൂൻ, തുച്ഛമായ ഒരു സംഘം തന്നെയാകുന്നു. ഷിർദിമത്ത് എന്ന് പറഞ്ഞാൽ നിസ്സാരമായ, ഒന്നിനും കൊള്ളാത്ത എന്നൊക്കെയാണ് അർത്ഥം. ഖലീലൂൻ എന്ന് പറഞ്ഞാൽ തുച്ഛം അല്ലെങ്കിൽ നിസ്സാരമായ സംഘത്തിന് തന്നെ ഷിർദിമത്ത് എന്ന് പറയും. ഖലീലൂൻ, കുറച്ചാളുകളുള്ള ഒരു ഷിർദിമത്താണ് എന്നർത്ഥം. കുറച്ചാളുകളുള്ള ഒരു നിസ്സാര സംഘമാണ്. വഇന്നഹും ലനാ ലഗായിലൂൻ, നിശ്ചയം അവർ നമ്മോട് കോപിക്കുന്നവരാണ്, അല്ലെങ്കിൽ കോപിച്ചവരാണ്, അല്ലെ രോഷം പ്രകടിപ്പിക്കുന്നവരാണ് എന്നൊക്കെയാണ് അർത്ഥം. ഗൈല്, രോഷം, പക എന്നൊക്കെയാണ് ഒരർത്ഥം. വ ഇന്ന ലജമീഉൻ, നിശ്ചയം നമ്മളെല്ലാവരും, ഹാദിറൂൻ, ജാഗ്രത പുലർത്തുന്നവരാണ്. തഹദീർ, വാണിങ് അല്ലെങ്കിൽ ജാഗ്രത, നേരത്തെ വന്ന വാക്ക് തന്നെയാണ്. ഈ പറയുന്നത് മൂസ അലൈഹി സ്വലാമിനെ ഭീഷണിപ്പെടുത്തി, അതുപോലെ മജീഷ്യന്മാരെയും ഭീഷണിപ്പെടുത്തി, അങ്ങനെ മജീഷ്യന്മാരെ ഫിറൗൻ കൊന്നു. എത്രയാളെ കൊന്നു എന്നതൊന്നും ഖുർആൻ പ്രതിപാദിക്കുന്നില്ല. പല എണ്ണങ്ങളും മുഫസ്സിറുകൾ പറയുന്നുണ്ട്. 5 ആളെയാണ്, 6 ആളെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മാജിക്ക് കാണിക്കാൻ രംഗത്ത് വന്ന, എന്നിട്ട് അവരാണ് വിശ്വസിച്ചത്, അവരെയാണ് കൊല്ലുന്നത്. ബാക്കിയുള്ളവരെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവർ ഇതിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, കണ്ടു നിൽക്കുന്നതല്ലേ ഉള്ളൂ. പിന്നെ മൂസ അലൈഹി സ്വലാമിനെ, ഹാറൂൻ അലൈഹി സ്വലാമിനെയും അവരെയും കൊല്ലാൻ ഫിറൗനിന് കഴിഞ്ഞില്ല. കാരണം പേടിയുണ്ട്. നേരത്തെ തന്നെ വടിപാമ്പാകുന്നത് ആളുകളില്ലാത്തപ്പോൾ തന്നെ കൊട്ടാരത്തിൽ വെച്ച് കാണിച്ചപ്പോൾ പേടിച്ച അയാളാണ് ഫിറൗൻ. അതുകൊണ്ട് എന്തോ പ്രശ്നമുണ്ടാകും എന്നുള്ള നിലക്ക് മൂസയെയും ഹാറൂനെയും കൊന്നിട്ടില്ല. അതേസമയത്ത് കൊല്ലാൻ ഒരുമ്പെട്ടത് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. സൂറത്തു ഗാഫിർ 26-ാമത്തെ ആയത്തിൽ, ഖാല ഫിർഔനു ദറൂനി അഖ്തുൽ മൂസ വൽ യദ്ഉ റബ്ബഹ്, എന്നെ ഇങ്ങോട്ട് വിടൂ, ഞാൻ മൂസയെ കൊല്ലട്ടെ, അവൻ അവൻ്റെ റബ്ബിനെ വിളിച്ചുകൊള്ളട്ടെ. ഇനി അഖാഫു അൻ യുബദ്ദില ദീനക്കും ഔ അൻ യുദ്ഹിറ ഫിൽ അർളിൽ ഫസാദ്, ഞാൻ പേടിക്കുന്നു, അവൻ നിങ്ങളുടെ വ്യവസ്ഥ മാറ്റിക്കളയുമെന്നും അതുപോലെ നിങ്ങളുടെ ഭൂമിയിൽ അവൻ ഫസാദ് ഉണ്ടാക്കുമെന്നും ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ചരിത്രം ഇവിടെ പറയുന്നില്ല. കാരണം ഇവിടെ മക്ക മുശ്രിക്കുകളുടെ നിലപാട്, അതിന് കിട്ടിയ ശിക്ഷ എന്ന നിലക്കാണ് മറ്റ് നബിമാരുടെ കഥകൾ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെയാണ്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രബോധന ചരിത്രം വിട്ടുകളയുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 30 കൊല്ലം മൂസ അലൈഹി സ്വലാം അവിടെ ജീവിച്ചു എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആ 30 കൊല്ലത്തിന് ശേഷമുള്ള കാര്യമാണ് അവസാനം ഈജിപ്തിൻ്റെ നാനാഭാഗങ്ങളിലും മൂസ അലൈഹി സ്വലാമിൻ്റെ പ്രബോധനം പ്രചരിക്കുകയും
മൂസ അലൈഹി സ്വലാമിൻ്റെ അനുകൂലികൾ അല്ലെങ്കിൽ അനുയായികൾ ഫിറോവിൻ്റെ കൊട്ടാരത്തിൽ വരെ ഉണ്ടാകുകയും ഫിറോവിൻ്റെയോട് ഈമാൻ മറച്ചു വെച്ചുകൊണ്ട് മൂസാ നബിക്ക് വേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ ആ കാലത്തെ സംഭവങ്ങളിൽ ഖുർആൻ മറ്റ് സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹുജ്ജത്ത് പൂർത്തിയായ ശേഷം ഫിറോവിനും കൂട്ടരും ചെയ്യുന്നത് ലുൽമാണെന്നും കുഫറാണെന്നും മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഒക്കെ നാടാകെ എല്ലാവർക്കും മനസ്സിലായ ശേഷം പിന്നെയും ഫിറോൻ ധിക്കാരത്തിന് മുതിരുമ്പോഴാണ് ഈ കൽപ്പന വരുന്നത്. അഥവാ ആദ്യത്തെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ സംഭവവും ഇതും കൂടി 30 കൊല്ലത്തോളം ഗ്യാപ്പുണ്ട് എന്നർത്ഥം. വൗഹൈന ഇല മൂസ അൻ അസ്രി ബി ഇബാദി ഇന്നക്കും മുത്തബഊൻ. മൂസ അലൈഹി സ്വലാമിനോട് അള്ളാഹുവിൻ്റെ വഹിയുണ്ടായി, എൻ്റെ അടിമകളെയും കൂട്ടി രാത്രി പുറപ്പെട്ടുകൊള്ളുക. അസ്രി എന്ന് പറഞ്ഞാൽ ഇസ്രാ പ്രയാണമാണ്. രാത്രിക്ക് രാത്രി പുറപ്പെട്ടുകൊള്ളുക. ഇന്നക്കും മുത്തബഊൻ. കാരണം എന്താണ്? ഇവർ നിങ്ങൾ പിന്തുടരപ്പെടുന്നവരാണ്. പിന്തുടരപ്പെടുന്നവരാണെന്ന് പറയാൻ കാരണം മൂസ അലൈഹി സ്വലാമും ഹാറൂൻ അലൈഹി സ്വലാമും മാത്രം പോകുകയല്ലല്ലോ, അടിമകളെയും കൊണ്ട് പോവുകയാണ്. ഈ അടിമകളെയും കൊണ്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫിറൗനിൻ്റെ തൊഴിൽ ശക്തിയാണ്. അവരെ കൊണ്ട് അടിച്ച് പണിയെടുപ്പിച്ചിട്ടുണ്ടാക്കിയതാണല്ലോ ഇന്ന് നമ്മൾ കാണുന്ന പിരമിഡുകൾ ഉൾപ്പെടെയുള്ള സകല സാധനങ്ങളും. അങ്ങനെ അവരെ കൊണ്ട് അടിമപ്പണി എടുപ്പിക്കാൻ പിന്നെ കിട്ടൂലല്ലോ. അതുകൊണ്ട് തിരിച്ച് നിങ്ങളെ പിടികൂടാൻ വരും. അതുകൊണ്ട് തന്നെ പോകുന്ന വിവരം ആരും അറിയുന്നതിൻ്റെ മുമ്പ് രാത്രി പുറപ്പെട്ടു കൊള്ളണം. അഥവാ ബനി ഇസ്രായേല്യരെല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്നും പണിസ്ഥലങ്ങളിൽ നിന്നും അടിമപ്പാളയങ്ങളിൽ നിന്നുമൊക്കെ മൂസ അലൈഹി സ്വലാമിൻ്റെ സ്വകാര്യമായ ആഹ്വാനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രി എല്ലാവരും അങ്ങനെ പോയി കൂട്ടം ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ള പോക്കിൻ്റെ വിവരം അറിഞ്ഞപ്പോൾ സംഭവിച്ചതാണ് പിന്നെ പറയുന്നത്. ഫർസല ഫിർഔനു ഫിൽ മദായിനി ഹാഷിരീൻ. ഫിറൗൻ നേരത്തെ മജീഷ്യന്മാരെ സംഘടിപ്പിക്കാൻ വേണ്ടി കണ്ടെത്താൻ വേണ്ടി അയച്ച അതേപോലെയുള്ള ആളുകളെ തന്നെ നഗരങ്ങളിലൊക്കെ അയച്ചു ഇവരെ തടയാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ കൊടുത്ത റിപ്പോർട്ടാണ് പിന്നെ പറയുന്നത്. ഇന്ന ഹാ ഉലായില ഷിർദിമത്തുൻ ഖലീലുൻ. ഇവർ വളരെ തുച്ഛം ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളൊന്നും പോയിട്ടില്ല. കാരണം തൊഴിൽ ശക്തിയെ പോകാൻ വിടരുത് എന്ന് ഫിറൗന് ഉത്തരവിടുന്നുണ്ട്. പക്ഷേ ഈ ശേഖരിക്കുന്ന ആളുകൾ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ അവിടുന്ന് കുറച്ച് ആളുകൾ പോയി, അപ്പുറത്തുനിന്ന് കുറച്ച് ആളുകൾ പോയി, ഇങ്ങനെയാണല്ലോ പറയുക. അപ്പോൾ മൊത്തത്തിൽ ധാരാളം ആളുകൾ പോയിട്ടുണ്ട്. ബനി ഇസ്രായേലിയർ മൊത്തം മൂസ അലൈഹി സ്വലാമിൻ്റെ കൂടെ പോയിട്ടുണ്ട്. പക്ഷേ ഇവർ കൊടുക്കുന്ന റിപ്പോർട്ട് അത് കുറച്ച് ആളുകളെ പോയിട്ടുള്ളൂ എന്നാണ്, അല്ലെങ്കിൽ പോകുന്നുള്ളൂ എന്നാണ്. അവർ നിസ്സാരമാണ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല എന്ന് അഹങ്കാരം കൊണ്ട് ആത്മവിശ്വാസം പകരുകയാണ് ചെയ്യുന്നത്. വൈന്നഹും ലനാ ലഗായിലൂൻ. അവർ നമ്മളോട് കടുത്ത പകയുള്ളവരാണ്. അവർ എന്ന് പറഞ്ഞാൽ അവർ വലിയ വിദ്വേഷം പുലർത്തുന്ന ആളുകളാണ്. അങ്ങനെ പോകുന്നത്. അതുകൊണ്ട് എന്ത് വേണം? വൈന്നാല ജമീഉൻ ഹാദിറൂൻ. ഇനി ആരെയും പോകാൻ സമ്മതിക്കാത്ത വിധം ജാഗ്രത പുലർത്തണം എന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചാളുകളേ ഉള്ളൂ, അവരൊരു പ്രബല സംഘമല്ല. അഥവാ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ ഭരണകൂടത്തെ തകർക്കാൻ ഇങ്ങോട്ട് വരാൻ മാത്രമൊന്നുമുള്ള വലിയ സംഘമൊന്നുമല്ല. നിസ്സാരന്മാരാണ്, നിന്ദ്യന്മാരാണ്. അവർ എല്ലാവരും നമ്മളോട് വലിയ പകയും രോഷവും ഒക്കെ ഉള്ളവരാണ്. അതിനാൽ എല്ലാവരും തികഞ്ഞ ജാഗ്രത പുലർത്തണം. ഇത്തരം ആളുകൾ തൊഴിൽ ശക്തിയും കൊണ്ട് മൂസ പോകാതിരിക്കാൻ എന്നൊക്കെയുള്ള വലിയ ചർച്ചകളാണ് അപ്പോൾ കൊട്ടാരത്തിൽ ഈ ഹാഷിരീങ്ങളായ ആളുകൾ അല്ലെങ്കിൽ പ്രഭുക്കന്മാർ വന്ന് പറയുന്നത്. ഈ സംഭവം ഇവിടെ വിശദീകരിക്കുന്നത് നേരത്തെ പറഞ്ഞു, മക്കയിലെ ശത്രുക്കളെ മുന്നിൽ വെച്ചുകൊണ്ടാണല്ലോ. ശത്രുത പുലർത്തിയവർക്ക് പിന്നെന്തുണ്ടായി എന്ന് പറയാനാണ് ഇത് പറയുന്നത്. അവിടെ മൂസ അലൈഹിസ്സലാം, ഇവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ഒറ്റയും തെറ്റയുമായിട്ട് യസ്രിബിലേക്ക് പോകുമ്പോഴും അതിൻ്റെ മുമ്പ് അബീസീനയിലേക്ക് പോകുമ്പോഴുമൊക്കെ ഖുറൈശികൾ അവരെ കണ്ടിരുന്നത് അവർ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബന്ധുക്കളും ഒക്കെ ആയ ആളുകൾ പോകുന്നത് പ്രയാസമാണെന്നുള്ള നിലക്കുള്ള തടയലുകളായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുമ്പോഴും അവർ തടയാനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. അല്ലാതെ പോയി സ്ഥലം കാലിയാക്കി ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുകയായിരുന്നല്ലോ അല്ലായിരുന്നല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ മുശ്രിക്കുകളുടെ ബന്ധുക്കളും
വേണ്ടപ്പെട്ട ആളുകളുമൊക്കെയാണ് ഇസ്ലാം സ്വീകരിച്ച് ഹിജ്റ നാട് വിട്ട് പോകുന്നത്. അതിനോട് ഏതാണ്ട് അത് മനസ്സിൽ ഓർമ്മ വരുന്ന തരത്തിലാണ് അല്ലാഹു തആല ഇത് പറയുന്നത്. അങ്ങനെ അല്ലാഹു തആല എന്താണ് ഈ പുറപ്പെട്ടു പോകലിലൂടെ അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ അള്ളാഹ്ക്ക് വേറൊരു ലക്ഷ്യമുണ്ട്. ഫിറൗനെയും കൂട്ടരെയും ബനി ഇസ്രായേലിയരെ പിടികൂടാൻ വേണ്ടി പിന്നാലെ പറഞ്ഞയക്കുന്നതിൽ. അതാണ് അടുത്ത ആയത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.